ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു. പവർ എന്ന് പറയുന്ന ഭാഗം പഠിച്ച ശേഷം ആ പവറിന്റെ നെക്സ്റ്റ് പേജിലായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണിത്. ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലംസ്. ഒരു സർക്യൂട്ടിലെ ഒരു ഉപകരണം 540 വാട്ട് പവർ ഉപയോഗിക്കുന്നു. വോൾട്ടേജ് 230 വോൾട്ട് എങ്കിൽ ആംബിയറേജ് എത്രയെന്ന് കണക്കാക്കുക. An appliance of power 550 watt is used in a branch circuit. If the voltage is 230 volt, what is the amperage? അപ്പോൾ നമ്മളോട് പവറും വോൾട്ടേജും തന്നിട്ട് ആംപിയറേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആംപിയറേജ് എന്ന് പറയുന്നത് കറണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് പവർ പഠിച്ചിട്ട് പവറിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. P is equal to V into I. അതായത് വാട്ടേജ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു ആംപിയറേജ്. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് പവർ തന്നിട്ടുണ്ട്. ഈ പവർ തന്നിരിക്കുന്നത് 540 വാട്ട്. പവർ P is equal to 540 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ വോൾട്ടേജും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വോൾട്ടേജ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 230 വാട്ട്. വോൾട്ടേജ് 230 വാട്ട്. 230 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 230 വോൾട്ട്. നമുക്കറിയാം P is equal to V into I ആണ് ഇക്വേഷൻ. നമുക്ക് ഐയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. ഐയുടെ ഇക്വേഷൻ വേണം. ഇവിടെ V മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇപ്പുറം കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പം ഐയുടെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വിയെ ഡിവൈഡ് ചെയ്താൽ മതി. P by V, പവർ ബൈ വോൾട്ടേജ് എന്ന് കിട്ടും. പവർ എത്രയായിരുന്നു? 540 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് 230. 0 വെട്ടിപ്പോയി. ബാക്കി വരുന്നത് 54/23 എന്ന് വരും. അപ്പോൾ 54നെ 23 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 54 23. ആദ്യം 2 പ്രാവശ്യം അല്ലേ. 23 × 2 എത്ര വരും? 46. റിമൈൻഡർ 8, 4 0 അല്ലേ. 8 എന്ന് വന്നു. അപ്പോൾ 8ൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 0. അപ്പോൾ 23 ഇൻറ്റു, അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുത്താൽ 23 ഇൻറ്റു ഒരു 3 നോക്കുകയാണെങ്കിൽ 69. 23 ഇൻറ്റു 4 നോക്കുകയാണെങ്കിൽ 92. അപ്പോൾ 3 നമുക്ക് എടുക്കാം. 3 വരുമ്പോൾ 69, 69. അത് കുറയ്ക്കുമ്പോൾ 11 എന്നാണ് വരുന്നത്. വീണ്ടും നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതെന്തായാലും 4 ആയിരിക്കും വരുന്നത് അല്ലേ. 23 ഇൻറ്റു 5 92 അടുത്ത് വരുന്നുണ്ട്. അത് 4 ആയിരിക്കും. 92. അപ്പോൾ ഇങ്ങനെ പോകും. അത് നമുക്കൊരു 2 സ്ഥാനം കിട്ടിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.34 എന്ന് നമുക്ക് എഴുതാം. 2.34 ആംപിയർ. അല്ലെങ്കിൽ അതിനെ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 2.4 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. 2.34 ആംപിയർ ഹരിച്ചാൽ മതി. ഹരിച്ച് കണ്ടുപിടിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ P is equal to V into I എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. വാട്ടേജ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു ആംപിയറേജ്. വാട്ടേജ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു ആംപിയറേജ്. P is equal to V into I എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ടെക്സ്റ്റിൽ ആ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിന്റെ പവർ എത്ര? 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിന്റെ പവർ എത്ര? A heating appliance has a resistance of 115 ohm. If 2 ampere current flows through it, what is the power of the appliance? നമുക്ക് നോക്കാം. ഇവിടെ റെസിസ്റ്റൻസ് നമുക്ക് 115 ഓം എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് R is equal to 115 ഓം. R is equal to 115 ഓം എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് തന്നിരിക്കുന്ന കറണ്ട് I is equal to 2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. I is equal to 2 ആംപിയർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പവർ കണ്ടുപിടിക്കാനാണ്. പവർ P is equal to എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവറിന് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് പവറിന് അല്ലേ. പവർ P is equal to I square R, P is equal to V square by R, P is equal to VI.
ഇവിടെ നമ്മൾ ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് തന്നിരിക്കുന്ന ആൾക്കാർ നോക്കി വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഐയും ആറും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ P is equal to I square into R. അപ്പോൾ P is equal to I square into R. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പം I square into R. I square എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ ഇൻറ്റു R 115. അപ്പോൾ 2ന്റെ സ്ക്വയർ നമുക്കറിയാം 2 ഇൻറ്റു 2 സമം എത്രയാണ് 4. അപ്പോൾ 4 ഇൻറ്റു 115 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 115നെ 4 കൊണ്ട് ഗുണിക്കണം. 5 ഇൻറ്റു 4 20 ശിഷ്ടം 2. ഒരു 4 4 2 6. 1 ഇൻറ്റു 4 4. 460 എന്ന് കിട്ടും. 460 പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. 460 വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തൊക്കെയാണോ ക്വസ്റ്റ്യനിൽ തരുന്ന ആൾക്കാർക്ക് അനുസൃതമായിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് 3 ഇക്വേഷൻസ് അറിയാം. ക്വസ്റ്റ്യനിൽ തരുന്ന ആരെയൊക്കെയാണെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള ഇക്വേഷൻ വേണം സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ബൾബിന്റെ പവർ കണക്കാക്കുക. A current of 0.4 ampere flows through an electric bulb working at 230 volt. What is the power of the bulb? നോക്കാം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കറണ്ട് തന്നിട്ടുണ്ട് 0.4 ആംപിയർ. കറണ്ട് I is equal to 0.4 ആംപിയർ എന്ന് തന്നിരിക്കുന്നു. ബാക്കി നോക്കാം, വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട്. V is equal to 230 വോൾട്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നു പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ പവറിന് നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. P is equal to I square R, P is equal to V square by R, P is equal to VI. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണെന്ന് പറയാമല്ലോ. P is equal to VI. P is equal to VI. V എത്രയാണ്? 230 ഇൻറ്റു I 0.4. അപ്പോൾ 0.4 വരുമ്പോൾ 230 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് താഴെ 10 ആയിരിക്കും വരുന്നത്, മുകളിൽ 4. അതായത് പോയിന്റ് ഇല്ലാതെയാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. 0.4നെ പോയിന്റ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ 4 മാത്രമല്ലേ ഉള്ളൂ. താഴെ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടിട്ടുണ്ടോ നോക്കണം. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് താഴെ 10 എന്ന് വരും. അപ്പോൾ 0.4 എന്ന് പറഞ്ഞാൽ 4/10. 4/10. അപ്പോൾ ഈ ഒരു പൂജ്യവും വെട്ടിപ്പോ. ബാക്കി വരുന്നത് 23 ഇൻറ്റു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 23 ഇൻറ്റു 4 ഇവിടെ ചെയ്ത് നോക്കുന്നു. 4 ഇൻറ്റു 3 12 ശിഷ്ടം 1. 24 8 1 9. 92 വാട്ട് എന്ന് കിട്ടും. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. 92 വാട്ട് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പം അടുത്തൊരു ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യം ടെക്സ്റ്റിൽ ആ ചാപ്റ്ററിൻ്റെ അവസാനം നിങ്ങൾക്ക് ലെറ്റ് സക്സസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലുള്ളതാണ്. അതിലെ രണ്ടാമത്തെ ചോദ്യം, ആ ചാപ്റ്ററിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണിത്. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇക്വേഷൻസും വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പഠിച്ച. അത് നമുക്ക് നോക്കാം. 230 വോൾട്ട് സപ്ലൈയുമായി ഒരു താപന ഉപകരണം ബന്ധിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലൂടെ 0.5 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നു. 0.5 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. ഒന്നാമത്തെ ചോദ്യം, സർക്യൂട്ടിലൂടെ 5 മിനിറ്റിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിന്റെ അളവ് എത്ര? സർക്യൂട്ടിലൂടെ 5 മിനിറ്റിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിന്റെ അളവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്. കറണ്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ്. I is equal to Q/T എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. I is equal to Q/T എന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നിന്നും ചാർജിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണം. Qന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഈ Qന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ T ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ Tയെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. T ഇവിടെ ഹരിച്ചിരിക്കുന്നു, ഡിവൈഡ് ചെയ്തിരിക്കുന്നു. T അപ്പുറത്തേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് Qന്റെ ഇക്വേഷൻ കിട്ടും. Q is equal to IT. I into T. Qന്റെ ഇക്വേഷൻ കിട്ടും. കാരണം T ഇവിടെ ഹരിച്ചിരിക്കുകയാണ്. അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ Q is equal to IT എന്ന ഇക്വേഷൻ കിട്ടും.
ഇനി നമുക്ക് നോക്കാം, ചാർജ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. ഐ നമുക്ക് തന്നിരിക്കുന്നത് 0.5 ആംപിയർ എന്നാണ്. ക്വസ്റ്റ്യനിൽ 0.5 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ടൈം 5 മിനിറ്റ്. ഐ ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ എന്നും ടൈം ടി ഈസ് ഈക്വൽ ടു 5 മിനിറ്റ് എന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. നമ്മൾ സമയം ഒരിക്കലും മിനിറ്റിലിട്ട് ചെയ്യത്തില്ല, അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം. നമ്മുടെ സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് എന്നുള്ളതിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ 1 മിനിറ്റിൽ 60 സെക്കൻഡ് ആണുള്ളത്. 1 മിനിറ്റിൽ 60 സെക്കൻഡ്. അപ്പോൾ 5 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ 5 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ്സ് എന്ന് കിട്ടും. 1 മിനിറ്റിൽ 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റിൽ 5 × 60 300 സെക്കൻഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം 0.5 I × t. ഒരിക്കലും 5 എന്നിട്ട് ചെയ്യരുതും, 5 മിനിറ്റ് എന്നിട്ട് ചെയ്താൽ തെറ്റാണ്. നമ്മൾ സെക്കൻഡിലേക്ക് ഇട്ടേ ചെയ്യാവുള്ളൂ. 0.5 × 300 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5നെ നേരത്തെ നമ്മൾ 0.4നെ എങ്ങനെ എഴുതാം? 4/10. അതേപോലെ 0.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5/10 × 300. അപ്പോൾ 1 0 വീതം വെട്ടിപ്പോകും. ബാക്കി വരുന്ന എന്താണ്? 5 × 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 30 എത്ര വരും? 5 × 3 15, ഒരു 0 150 കൂളോം, 150 കൂളോം. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 150 കൂളോം എന്നാണ്. ആൻസർ 150 കൂളോം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഒന്നാമത്തെ ആൻസർ 150 കൂളോം. അതിനുപയോഗിച്ച ഇക്വേഷൻ നമ്മൾ കണ്ടു. I ഈസ് ഈക്വൽ ടു Q/T എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എയുടെ ആൻസർ നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം, സർക്യൂട്ടിന്റെ പ്രതിരോധം എത്ര? സർക്യൂട്ടിന്റെ പ്രതിരോധം എത്ര? How much is the resistance of the circuit? How much is the resistance of the circuit? നമുക്ക് ഐയും വിയും തന്നിട്ടുണ്ട്. 6 ചോദിക്കുന്നു. റെസിസ്റ്റൻസ് പ്രതിരോധം 6 ചോദിക്കുന്നു. ഐയും വിയും 6ഉം തമ്മിലുള്ള ഇക്വേഷൻ ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഓംസ് ലോ അല്ലേ? അപ്പോൾ ഓംസ് ലോ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ബിയുടെ ആൻസർ ഓംസ് ലോ വെച്ച് ചെയ്യണം. ഐയും വിയും തന്നിട്ട് നമ്മളോട് ആറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. വി ഐ ആർ. ആർ കണ്ടുപിടിക്കണമെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ V/I എന്നാണ് ഇക്വേഷൻ. വി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് എത്രയാണ്? 230 വോൾട്ട്, ഐ 0.5 ആംപിയർ. 230 വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്, ഐ ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ. അപ്പോൾ 230 ഡിവൈഡഡ് ബൈ 0.5 എന്ന് വരും. 230 ഡിവൈഡഡ് ബൈ 0.5. നമുക്ക് 0.5 വെച്ച് ഹരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ പോയിന്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്ര സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്? 1 സ്ഥാനം. അപ്പോൾ ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ ഈ പോയിന്റ് പോകും. അപ്പോൾ 10 കൊണ്ട് നമ്മൾ താഴെ മാത്രം ഗുണിച്ചാൽ പോരാ, മുകളിലും ഗുണിക്കണം. × 10 എങ്കിൽ മാത്രമേ ഈ ഭിന്നസംഖ്യയുടെ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ മുകളിലും താഴെയും നമ്മൾ 10 കൊണ്ട് ഗുണിക്കുന്നു. കാര്യം ഈ പോയിന്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2300 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. പോയിന്റ് പോയി. പോയിന്റ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 കൊണ്ട് ഗുണിച്ചത്. 1 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് 10 കൊണ്ട് ഗുണിച്ചത്. 2 സ്ഥാനം മാറ്റിയായിരുന്നെങ്കിൽ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചേനെ. ആ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ ഡിനോമിനേറ്ററെ മാത്രം ഗുണിച്ചാൽ പോരാ, മുകളിലും താഴെയും ഒരുപോലെ ഗുണിക്കണം. ഇല്ലെങ്കിൽ ഫ്രാക്ഷന് ഭിന്നസംഖ്യയ്ക്ക് മൂല്യത്തിന് വ്യത്യാസം വരും. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇത് 2300/5. അപ്പോൾ 2300നെ 5 വെച്ച് ഹരിക്കണം. 4 20 3 കിട്ടും. 30 6 0. ബാക്കിയുള്ള ഈ ഒരു 0 നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതും. 460 ഓം എന്ന് കിട്ടും. ആൻസർ 460 ഓം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആയിരിക്കും നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ ചെയ്തത് 230 ഡിവൈഡ് ബൈ 0.5 ആണ്. അപ്പോൾ 0.5 വെച്ച് ഹരിക്കുന്നതിന് പകരം 0.5ന് നമുക്ക് ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ആ പോയിന്റ് പോകും, ദശാംശം പോകും. ആ 10 കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. ഇല്ലെങ്കിൽ ഈ ഭിന്നസംഖ്യയ്ക്ക് വ്യത്യാസം വരും. താഴെ നമ്മൾ എന്ത് ചെയ്താലും അത് തന്നെ മുകളിലും ചെയ്യണം. ഇല്ലെങ്കിൽ ഭിന്നസംഖ്യയുടെ മൂല്യത്തിന് വ്യത്യാസം വരും. അതുകൊണ്ട് മുകളിലും താഴെയും 10 വെച്ച് ഗുണിക്കുമ്പോൾ താഴത്തെ ഈ 0.5ന്റെ പോയിന്റ് പോകും. അത് 5 ആകും. മുകളിൽ 2300 ആകും. 2300ന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പ്രതിരോധം 460 ഓം എന്ന് കിട്ടും. അതിലെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് വൈദ്യുതി ഒഴുകിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണക്കാക്കുക. ഈ സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് വൈദ്യുതി ഒഴുകിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണക്കാക്കുക.
നമുക്കിപ്പോൾ ഐ ഉണ്ട്, ഐ ഇവിടെ തന്നിട്ടുണ്ട്, ആർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. ഐ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5 ആംപിയർ, ആർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്? I² RT. കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ H is equal to I² RT. ഐ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5 ആംപിയർ. ആർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആർ ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് 460 ഓം. 460 ഓം. ടൈം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 5 മിനിറ്റ് എന്ന് തന്നിരിക്കുന്നു. നമ്മൾ ഒരിക്കലും മിനിറ്റിൽ ചെയ്യത്തില്ല, മിനിറ്റിൽ ചെയ്താൽ തെറ്റിപ്പോകും. മിനിറ്റ് തന്നാൽ ഉടനെ തന്നെ അതിന് സെക്കൻഡിലേക്ക് മാറ്റണം. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. 5 മിനിറ്റ് 5 × 60. 300 സെക്കൻഡ്. I² RT ഇട്ട് ചെയ്യുമ്പോൾ 0.5ന്റെ സ്ക്വയർ ഇൻറ്റു ആർ എത്രയാണ്? 460 ഇൻറ്റു ടി 300 നമുക്ക് കിട്ടും. 300 ആണിത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5/10. 5/10ന്റെ സ്ക്വയർ ഇൻറ്റു 460 ഇൻറ്റു 300. 5/10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5/10 ഇൻറ്റു 5/10 ഇൻറ്റു 460 ഇൻറ്റു 300. അപ്പോൾ നമുക്ക് ഈ 10ന്റെ ഓരോ പൂജ്യവും മുകളിലത്തെ ഓരോ പൂജ്യവുമായിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്നത് 5 × 5 25 ഇൻറ്റു 460 ഇൻറ്റു 3. അപ്പോൾ ഇത് ചെയ്യുമ്പം 25 × 3 നമുക്ക് 75 കിട്ടും. That is equal to 25 × 3 നമ്മൾ ചെയ്യുമ്പോൾ 75 കിട്ടും. 25നെയും 3നെയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 75 കിട്ടും. ഇൻറ്റു 460 അത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 34,500 ജൂൾ എന്ന് കിട്ടും. അത് ഗുണിച്ച് നോക്കുക. 34,500 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. H is equal to I² RT ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അടുത്തതായി ഡി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ വയറിലെ പ്രതിരോധം അവഗണിച്ചാൽ അതിൽ ബന്ധിപ്പിച്ച താപന ഉപകരണത്തിന്റെ പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഉപകരണത്തിന്റെ പവർ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. ഉപകരണത്തിന്റെ പവർ ഇവിടെ ക്വസ്റ്റ്യനിൽ വിയും ഐയും തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. വിയും ഐയും തന്നു കഴിഞ്ഞാൽ പവർ എന്താണ്? V × I. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ ഹൗ മച്ച് ഇസ് ദി പവർ ഓഫ് ദി ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു ദി സർക്യൂട്ട് ഇഫ് വി ഇഗ്നോർ ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് വയർ. വയറിന്റെ റെസിസ്റ്റൻസ് നമ്മൾ അവഗണിച്ചുകൊണ്ട് ഈ ഉപകരണത്തിന്റെ മാത്രം പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വിയും ഐയും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പവർ കണ്ടുപിടിക്കാം. V is equal to, ഇപ്പോൾ ഡിയുടെ ആൻസർ വരുന്നത് V is equal to 230 വോൾട്ട്, I is equal to 0.5 ആംപിയർ. അപ്പോൾ പവർ P is equal to VI. That is equal to 230 ഇൻറ്റു 0.5. അപ്പോൾ 230 ഇൻറ്റു 5/10. 0.5നെ എങ്ങനെ എഴുതും? 5/10. 0 ക്യാൻസൽ ചെയ്ത് പോയി. 23 ഇൻറ്റു 5 എന്ന് കിട്ടും. 23 ഇൻറ്റു 5 നമുക്ക് ചെയ്യുമ്പോൾ 115 വാട്ട് എന്ന് കിട്ടും. ഇവിടെ 115 പവറിന്റെ യൂണിറ്റ് വാട്ട് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തത്. പ്രോബ്ലം ആയതുകൊണ്ട് ഒരുപാട് സമയം നീണ്ടുപോകും. അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതേപോലെ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കി ചെയ്യുക. അത് നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടത് മനസ്സിലാക്കി എല്ലാവരും ചെയ്യാം. ഇത് നമ്മുടെ അടുത്തൊരു ടെസ്റ്റ് പേപ്പറിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പഠിപ്പിക്കുന്നത്. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ അടുത്ത ടെസ്റ്റ് പേപ്പറിന് വേണ്ടുന്നതാണ്. അതുകൊണ്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുക. ഇതെല്ലാം തന്നെ ആദ്യത്തെ ടെസ്റ്റ് പേപ്പറിനകത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ പഠിപ്പിക്കുന്നത്.